എല്ലാവരും വായു നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് പോവാം. അതെ, ഇത് ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പാണ്. ആദ്യം മൂന്നാർ, പിന്നെ മൂന്നാറിൽ നിന്ന് വട്ടവടയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ആദ്യം തൊട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ വോമിറ്റ് ചെയ്ത്, അതായത് വാള് വെച്ച് കൊളാക്കി ചളാക്കി. അതുകൊണ്ട് തന്നെ എനിക്കിത് പകുതിക്ക് എത്തിയിട്ടാണ് ഇതൊക്കെ തുടങ്ങാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗൺ എത്തി. അപ്പോഴാണ് ഞാൻ നോക്കിയായത് കേട്ടോ. മൂന്നാർ ടൗണിലുള്ള CSI പള്ളി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പം ഈ പള്ളി 1910 ഇവിടെ സ്ഥാപിതമായത്. ഇതേ നോക്കി ചാണക്കല്ല് വെച്ചിട്ടാണ് അത് പണിതിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഹെൻറി എന്ന് പറയുന്ന ആൾ ഇവിടുത്തെ ടീ എസ്റ്റേറ്റിൽ മാനേജറായിട്ട് വന്നു. അപ്പോൾ ആ ആളുടെ ഭാര്യ എലനോർ കോളറ രോഗം വന്ന് മരിച്ചു. അപ്പം പുള്ളിക്കാരിനെ അടക്കാൻ വേണ്ടിയിട്ട് ഈ പള്ളിയുടെ സെമിത്തേരിയാണ് ആദ്യം പണിയുന്നത്. അതിന് ശേഷമാണ് പള്ളി പണിയുന്നത്. അപ്പം സത്യത്തിൽ ഇതൊരു പ്രണയ കുടീരം എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. അതിമനോഹരമാണ് കേട്ടോ പള്ളി കാണാൻ. അതിൻ്റെ ആംബിയൻസും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമാണ്. നല്ലൊരു പീസ് ഓഫ് മൈൻഡാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, പ്രാർത്ഥിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. അപ്പം ടൗണിലേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേനും ചെറിയ രീതിയിലുള്ള ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴിപണി അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വൈബായി വരുന്നുണ്ട് കേട്ടോ. ചെറിയ മാറ്റങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ട്. ഞാൻ വൈബായി എൻ്റെ പനിയൊക്കെ വിട്ടിട്ട്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ പോയിന്റിലെത്തി. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് റിപ്പിൾസ് ടീയുടെ ടീ എസ്റ്റേറ്റ് ആണ്. ഇവിടെ എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ടും വ്യൂസും മാത്രമാണ് നമുക്കുള്ളത്. ഇതേ കുതിര കണ്ടില്ലേ, ഇതിന് പൊക്കത്തൊക്കെ കയറിയിരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. പക്ഷെ പൈസ കൊടുക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് കുറേ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഫുള്ള് വൈബ്. കണ്ടില്ലേ, അങ്ങനെ ഞാൻ ഫുൾ ഓൺ പവറിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ അടുത്തത് പോകുന്നത് മാട്ടുപ്പെട്ടി ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, എന്നെ 4 ആൾ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ മാസ്ക് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ മാസ്ക് ഒക്കെ ഇങ്ങനെ കാറ്റിൽ പറത്തി വിട്ട് അത് കഴിഞ്ഞ് തുള്ളിച്ചാടി പോകുന്നത് ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബോട്ടിങ്ങിനൊന്നും കയറിയില്ല. കാരണം ഞങ്ങൾ വാഗമണ്ണ് പോയപ്പോഴത്തേനും ബോട്ടിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നു. അതിമനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കുറേ വീഡിയോയും കുറേ ഫോട്ടോസും ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് കേട്ടോ. അതൊക്കെ കണ്ട് അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പോഴത്തേനും റോഡ് സൈഡിൽ ആന ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് ആനക്കുട്ടന്മാരെ കാണാൻ വേണ്ടിയിട്ട് നിന്ന്. നല്ല ഭംഗിയുണ്ട്. 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. 2 ആണോ 3 ആണോ ഞാൻ ഓർക്കുന്നില്ല. 2 എണ്ണമായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേനും കുട്ടിക്കുരങ്ങന്മാരും ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വന്നെത്തിയേക്കുന്നത് എക്കോ പോയിന്റിലാണ്. എക്കോ പോയിന്റിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പേര് ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ എനിക്കത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് എക്കോ ആയിട്ട് വരും. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കണ്ടോ സൺലൈറ്റ് വന്ന് വീഴുന്നത്, നല്ല രസം. പച്ച വെള്ളം, ഓപ്പോസിറ്റ് നല്ല മരങ്ങൾ, പിന്നെ ആ സൺലൈറ്റും കൂടെ വന്നപ്പോഴത്തേനും ഒരു രക്ഷയില്ല കാണാൻ വേണ്ടിയിട്ട്. കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ചാണ് പോകുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ, അതായത് ചെറുപ്പത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ഞാനൊരു 5-ലോ 6-ലോ ചെറുപ്പം തന്നെ, ചെറുപ്പത്തിൽ പഠിക്കുമ്പോഴാണ് ഞാൻ മൂന്നാർ ഈ റൂട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് കേട്ടോ മൂന്നാറിലേക്ക് വീണ്ടും വരുന്നത്. ഈ ഭൂമിയിലെ സ്വർഗം ഇതാണ് മക്കളെ എന്നൊക്കെ പറയുന്നത് പോലെ കണ്ട ആകാശം ഇങ്ങനെ നീല കളറിൽ പീലി വിടർത്തി ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ റൂട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല ക്ലൈമറ്റും കാര്യങ്ങളും, എന്നാൽ ഒരുപാട് തണുപ്പുമില്ല, നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ വണ്ടി നിർത്തി ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നത്. സൈഡിലിരിക്കുന്ന ആൾ പറയുന്നുണ്ട് ഇത് എത്ര നല്ല പരിപാടിയൊന്നും അല്ലയെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കുന്നില്ല. എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷം വീണ്ടും ഈ മൂന്നാർ റൂട്ട് വന്നപ്പോഴത്തേന് അങ്ങനെ നല്ലൊരു പോയിന്റ് കിട്ടപ്പോഴത്തേനും ഞങ്ങളിതേ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഫുള്ള് തേയിലത്തോട്ടും ആ സൺലൈറ്റ് വന്ന് വീഴുന്നത് കാണാൻ ഭയങ്കര രസമാണ്. മുമ്പോട്ട് പോകും തോറും മഞ്ഞ് തുടങ്ങുന്നുണ്ടായിരുന്നു, മൂടൽമഞ്ഞായി തുടങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ പോകുന്നത് ഇനിയും വട്ടവട റൂട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പിന്നെ ഞങ്ങളുടെ ഉള്ളിലെ ഗായകരൊന്നും ഉണർന്നാണ് നിങ്ങൾ കേട്ടത്. മഞ്ഞ് കണ്ടപ്പോഴത്തേനും ഒന്ന് പാടാന്ന് വിചാരിച്ച് നമ്മൾ വട്ടവടയ്ക്കാണ് പോകുന്നത്. വട്ടവട ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും ഞങ്ങൾ താമസിക്കുന്ന സ്റ്റേക്കേഷനും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അതൊക്കെ പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനി വട്ടവട കാഴ്ചകൾക്ക് വേണ്ടി സ്റ്റേ ട്യൂൺ. ബൈ.